നമസ്കാരം. പ്രധാന വാർത്തകൾ. പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായി പരാതിക്കാരിയുടെ രഹസ്യമൊഴിയെടുക്കാൻ ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. സംവിധായകൻ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. മജിസ്ട്രേറ്റിന് മുന്നിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനായി പോലീസ് ഇന്ന് അപേക്ഷ നൽകും. IFFK വേണ്ടിയുള്ള സിനിമാ തെരഞ്ഞെടുപ്പിനിടെ ജൂറി ചെയർമാനായ കുഞ്ഞുമുഹമ്മദ് ഹോട്ടലിൽ വെച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയെന്നാണ് സംവിധായകയുടെ പരാതി. കന്റോൺമെന്റ് പോലീസാണ് അന്വേഷണ ചുമതല. വ്യാജരേഖയുണ്ടാക്കി പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തു. LDF സ്ഥാനാർത്ഥിക്കെതിരെ കേസ്. വ്യാജരേഖയുണ്ടാക്കി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തെന്ന പരാതിയിൽ മലപ്പുറം പുള്ളിക്കലിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ കേസ്. 16-ാം വാർഡ് സ്ഥാനാർത്ഥി KO നൌഫൽ 3-ാം പ്രതിയാണ്. CPM പ്രവർത്തകന്റെ മകളുടെ വോട്ട് ചേർക്കാൻ കൃത്രിമം കാട്ടിയെന്നാണ് പോലീസിൽ ലഭിച്ച പരാതി. SSLC ബുക്കിൽ ജനന തീയതിയിൽ കൃത്രിമം കാട്ടിയെന്നാണ് FIR-ൽ പറയുന്നത്. 19/2/2007 എന്ന ജനന തീയതി 19/2/2006 തിരുത്തിയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത്. കേസിൽ പെൺകുട്ടി 1-ാം പ്രതിയും അച്ഛൻ 2-ാം പ്രതിയുമാണ്. സ്ഥാനാർത്ഥി KO നൌഫലാണ് 3-ാം പ്രതി. 2 വയസ്സുള്ള പെൺകുഞ്ഞിനെ എടുത്തെറിഞ്ഞു. അമ്മയുടെ ആൺസുഹൃത്ത് അറസ്റ്റിൽ. സംഭവം മാവേലിക്കരയിൽ. ഒപ്പം താമസിക്കുന്ന യുവതിയുടെ 2 വയസ്സുള്ള പെൺകുഞ്ഞിനെ എടുത്തെറിഞ്ഞ സംഭവത്തിൽ ആൺസുഹൃത്തായ താമരക്കുളം കിഴക്കുമുറി കാവുങ്കൽ തറയിൽ സജുഭവനം ശ്യാംകുമാറിനെ 45 വയസ്സ് നൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്കടിമയായ ഇയാൾ യുവതിയുടെ തലയിൽ ചവിട്ടിയ ശേഷം കുഞ്ഞിനെ എടുത്തെറിയുകയായിരുന്നു. യുവതിയെ മർദ്ദിച്ച ശേഷം മടിയിലിരുന്ന കുഞ്ഞിന്റെ കവളിൽ കുത്തിപ്പിടിച്ച് കൈവിരലുകൾ വായിലേക്ക് തള്ളിയിറക്കിയതായും മൊഴിയിൽ പറയുന്നു. ഇയാൾ തന്റെ 4 വയസ്സുള്ള മകനെയും മർദ്ദിച്ചിരുന്നതായി യുവതി മൊഴിയിൽ പറയുന്നു. നൂർനാട് SI K അജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശ്യാംകുമാറിനെ അറസ്റ്റ് ചെയ്തു. വയനാട് തിരുനെല്ലി ഉന്നതിയിൽ CPM പ്രവർത്തകർ മദ്യം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ അർദ്ധരാത്രി ഉന്നതിയിൽ എത്തി എന്നാണ് ആക്ഷേപം. 7 മണിക്ക് ശേഷം ഉന്നതിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്നിരിക്കെ എന്തിനാണ് സ്ഥാനാർത്ഥിയടക്കം അവിടേക്ക് പോയതെന്നാണ് UDF ചോദിക്കുന്നത്. രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ കസ്റ്റഡിയിലെടുത്ത 3 പേരെയും വിട്ടയച്ചതായും ആക്ഷേപമുണ്ട്. അതിനിടെ വയനാട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ മദ്യം വിതരണം ചെയ്തതായി BJPക്കെതിരെയും പരാതി. പൂതാടി പഞ്ചായത്തിലെ നെയ്ക്കുപ്പ 1-ാം വാർഡിലാണ് പരാതി ഉയർന്നിട്ടുള്ളത്. BJP ഓഫീസിനായി വാടകയ്ക്കെടുത്ത വീട്ടിൽ മദ്യവിതരണം നടത്തിയെന്നതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പുറത്തുവന്നു. വീര സവർക്കർ പുരസ്കാരം തരൂരിന്. കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചതോടെ ഏറ്റുവാങ്ങില്ലെന്നാണ് പ്രതികരണം. വീര സവർക്കർ പുരസ്കാരം ശശി തരൂർ ഏറ്റുവാങ്ങുന്നതിൽ കോൺഗ്രസിൽ കടുത്ത എതിർപ്പ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് പാർട്ടിയോട് ആലോചിക്കാതെയാണെന്നാണ് പാർട്ടി നിലപാട്. HRDS ഇന്ത്യയാണ് സംഘാടകർ. ചടങ്ങിൽ രാജ്നാഥ് സിംഗ് ആണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. അതിനിടെ കോൺഗ്രസ് വിമർശനം ശക്തമായതോടെ തരൂർ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് തരൂരിന്റെ ഓഫീസ് അറിയിച്ചു. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി കൊൽക്കത്തയിലേക്ക് പോകുമെന്നും ഓഫീസ് വ്യക്തമാക്കി.